കാരണം ലീഗിന്റെ പിന്നിൽ വളരെ ശക്തമായിട്ടുള്ള 4 ഇസ്ലാമിക ശക്തികളാണ് ഉള്ളത്. സമസ്ത കെ വിഭാഗം, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന കെ വിഭാഗമുണ്ട്. മർക്കസില് പി വിഭാഗം, കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന വിഭാഗമുണ്ട്. മുജാഹിദ് വിഭാഗം എന്ന് പറയുന്ന പി അബ്ദുള്ള കോയയുടെ വിഭാഗമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പി മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലുണ്ട്. അങ്ങനെ 4 ഇസ്ലാമിക ശക്തികളാണ് ഈ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ പുറകിലുള്ളത്. ഇവർ 4 പേരുടെയും പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ആവശ്യത്തിന് മന്ത്രിമാരെ കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് ആവശ്യത്തിനുള്ള വകുപ്പുകൾ അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ UDF വിട്ട് LDF മാറി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗ് മടിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ UDF വലിയ മനപ്പായസം ഉള്ളുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ചിലപ്പോൾ ഈ മണ്ണും ചാരി ഇരുന്നാൽ വെണ്ണുകൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഇടതുപക്ഷം ചിലപ്പോൾ മന്ത്രിസഭ ഉണ്ടാക്കും. ഭൂരിപക്ഷം ഉണ്ടെങ്കിലും UDF കൂടെയുള്ള മുസ്ലിം ലീഗ് ചാടി ഇടതുപക്ഷത്ത് ചെന്ന് മുഖ്യമന്ത്രിയാകാനും സാധ്യതയുണ്ട്.